നമസ്തേ. സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ ബാബു ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റാണ്. പെരുമ്പാവൂർ അയ്യപ്പ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാർക്ക് ശബരിമലയ്ക്ക് പോകുന്ന വഴി ഒരു ഇടത്താവളമായും ഇവിടെ വരുന്ന നിരവധി അയ്യപ്പ ഭക്തന്മാരാണ് ഓരോ വർഷവും വിരിവയ്ക്കാനായിട്ട് വരുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടത് കൈകുത്തി ഇടതു തുടയിട്ട് ചിന്മുദ്രയിലിരിക്കുന്ന ഒരു മൂർത്തി ഭാവമാണ് ഇവിടെയുള്ളത്. അനവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ ഓരോ വർഷവും വന്നു വരുന്നത്. ഈ വർഷത്തെ ഉത്സവം തന്നെ വളരെ ഒരു വ്യത്യസ്തമായിരുന്നു. ഗോവ ഗവർണർ മുതൽ ഒത്തിരി പ്രശസ്തമായ കലാകാരന്മാർ വന്നുപോയൊരു ക്ഷേത്രം കൂടിയാണ്. വിഷുവിൻ്റെ തലേ ദിവസം ആറാടി വിഷുകണി കാണുന്ന ഒരു പതിവാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും ഇവിടെ കുളിക്കുന്നതിനൊരു വലിയ കുളം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ നിറയ്ക്കുന്നതിനുള്ള ഒരു 10-12ഓളം പെരിയ സ്വാമിമാർ ഇവിടെ ക്ഷേത്രത്തിൽ നട തുറന്നു കഴിഞ്ഞാൽ നട അടയ്ക്കുന്നതുവരെയും നിറച്ചു പോകുന്നുള്ള എല്ലാ സൗകര്യവും ഈ ക്ഷേത്രാങ്കണത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ദൂരപ്രദേശങ്ങളിൽ നിന്നും നിറച്ചു പോകാനായിട്ട് വരുന്നത്. മണ്ഡലകാലങ്ങളിൽ നിന്നും ഇവിടുന്ന് ഒരു വാഹനങ്ങൾ 1, 2, 3 വാഹനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയ്ക്ക് പോകാൻ ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൽ ഉള്ളതാകുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്രി ശരണമയ്യപ്പ. എൻ്റെ പേര് അജയകുമാർ കർത്ത. ഞാളൂർ പുത്തൻകോട്ട പട്ടിമറ്റം. ഈ പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഒരാളനാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പൂർവികർ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്ത ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ താളിയോലകൾ പരിശോധന പ്രകാരം ഏകദേശം 400 വർഷത്തിന് മേൽ പഴക്കമുള്ളതായി കാണുന്നുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. ആൽപ്പാറ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന ഞങ്ങളുടെ കാരണവരായിരുന്ന ഞാളൂർക്കോട്ട കർത്താവ് അവിടെ വെച്ച് ആൽപ്പാറ ക്ഷേത്രത്തിലെ പനയുടെ ചുവട്ടിൽ വെച്ച് 2 കോമള കുമാരന്മാരെ കണ്ടെത്തി. അവരോട് വിവരം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ തരിശുഭൂമിയായി കിടക്കുകയാണ്. അത് ഞങ്ങൾ 2 പേരും ചേർന്ന് അത് വിളഭൂമിയാക്കി സംരക്ഷിക്കാം എന്ന് കർത്താവിന് ഉറപ്പ് നൽകി. നിലവിൽ തരിശുഭൂമിയായി കിടന്ന് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടന്നിരുന്ന ഇതുകൊണ്ട് കർത്താവ് അതിന് സമ്മതിക്കുകയും ആ കുമാരന്മാരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അവർ ഇതിനുവേണ്ടി പറവൂരിൽ നിന്നും പണിക്കാരെ സംഘടിപ്പിച്ച് ഈ പെരുമ്പാവൂർ ഭാഗത്ത് തരിശായി കിടന്നിരുന്ന ഭൂമി മുഴുവൻ കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്ത് ഫലഭൂയിഷ്ടമാക്കുകയും ചെയ്തു. കൂടാതെ ഈ പണിക്കാരെ വെച്ച് ഒരു സൈന്യം രൂപീകരിച്ച് പന്തളത്തെ ആക്രമകാരിയായിരുന്ന ഉദയനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവരെ കൂട്ടിപ്പോയ സമയം കർത്താവ് തെറ്റിദ്ധരിച്ചു. കൂലിനെല്ല് പോലും വാങ്ങാതെ ആണല്ലോ അവർ പോയത് എന്നത് കാരണമാണ് അവരോട് ദേഷ്യപ്പെട്ടത്. അപ്പോൾ ഇളയ രാജകുമാരൻ ഇവിടെ വന്നപ്പോൾ ഇളയ കുമാരൻ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ച കൂലിനെല്ല് ഇതിനടിയിലുണ്ട്, ഇനി ഞങ്ങൾക്ക് കൂലിനെല്ല് വേണ്ട എന്ന് പറഞ്ഞ് ഒരു വാർപ്പ് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സഹകരണത്തോടു കൂടി ആ വാർപ്പ് പൊക്കി നോക്കിയപ്പോൾ അവിടെ വാർപ്പിനുള്ളിൽ ഒരു ശാസ്ത്ര വിഗ്രഹം കിട്ടുകയാണ് ഉണ്ടായത്. ആ ശാസ്ത്ര വിഗ്രഹം പെരുമ്പാവിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അതിൽ മൂത്ത കുമാരനെ പുലയർ സമുദായം ഏറ്റെടുത്ത് പുലക്കോട്ട ശാസ്താവ് എന്ന പേരിൽ തൊട്ടടുത്ത് വേറൊരു ക്ഷേത്രം സ്ഥാപിച്ചു. ഇത് കൂടാതെ ഇളയ കുമാരൻ്റെ പേരിൽ
ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേരിൽ പെരുമ്പാവൂരിലും ക്ഷേത്രം ആരംഭിക്കുകയാണ് ഉണ്ടായത്. അതിൻ പ്രകാരം വർഷങ്ങളായി വിഷുവിൻ്റെ തലേ ദിവസം ആറാട്ടോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുകയാണ്. വിളവെടുപ്പ് ഉത്സവമാണല്ലോ വിഷു. വിഷുവിനോടനുബന്ധിച്ചാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. ഏപ്രിൽ 6-ാം തീയതി നട തുറന്ന് ഏപ്രിൽ 13-ാം തീയതി വിഷുവിൻ്റെ തലേ ദിവസമാണ് നട അടയ്ക്കുന്നത്. കൊടികൾ 6-ാം തീയതി കൊടി ഉയർത്തി 13-ാം തീയതിയാണ് കൊടി താഴ്ത്തുന്നത്. 13-ാം തീയതി വിഷുവിൻ്റെ തലേ ദിവസം ആറാട്ട് ചടങ്ങാണ് നടക്കുന്നത്. ആറാട്ട് ചടങ്ങിന് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തിയതിന് ശേഷം ചേട്ടനെ കാണാൻ അനിയൻ യാത്രയാവുകയാണ്. ആനപ്പുറത്ത് എഴുന്നള്ളി അനിയനെ കണ്ട് ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുന്നു. അനിയന് സുഖമാണോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നെല്ലാം ചോദിച്ച് ക്ഷേമം അന്വേഷിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്ന് ക്ഷേത്രത്തിൽ കയറി കൊടിയിറക്കോടുകൂടി ഉത്സവം അവസാനിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ക്ഷേത്രങ്ങൾ ഭൂരിഭാഗവും ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരികയാണ് ഉണ്ടായത്. അത് വന്നതിന്റെ കൂടെ കർത്താവിനോട് ഞാളൂർക്കോട്ട കർത്താവുമായി ചർച്ചകൾ നടത്തി അവസാനം ഈ ദേവസ്വം ബോർഡ് ഞങ്ങളുടെ ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേയേറെ അവകാശങ്ങളും അധികാരങ്ങളും വെച്ചിട്ടാണ് ഈ ക്ഷേത്രം ഏറ്റെടുത്തത്. ഉത്സവ സമയങ്ങളിൽ ഞങ്ങളുടെ പ്രാതിനിധ്യത്തോടു കൂടി മാത്രമാണ് ഈ കൊടിയേറ്റവും കൊടിയിറക്കവും ആറാട്ടും മറ്റും നടത്തുന്നത്. 2004 വരെ ക്ഷേത്രം ഊരാളനായിരുന്ന പറവൂർ മടത്തിപ്പഴവൂർ ശ്രീ നാരായണൻ കർത്ത പ്രായാധിക്യം മൂലം 2004 ശേഷം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 3 വർഷത്തോളം അദ്ദേഹം പങ്കെടുക്കാതിരുന്നപ്പോൾ ക്ഷേത്രത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അത് വച്ച് ദേവപ്രശ്നം നടത്തിയപ്പോൾ ക്ഷേത്ര ഉടമയായ ക്ഷേത്രം ഊരാളൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൻ്റെ ദോഷമാണെന്ന് കണ്ടെത്തുകയും അതിൻ പ്രകാരം ക്ഷേത്ര അധികാരികൾ എൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ വീട്ടിൽ ചെന്ന് ഈ കാര്യം ഉണർത്തിച്ചു. കുടുംബത്തെ പ്രതികൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിൻ പ്രകാരം എന്നെ ഈ ചടങ്ങിന് ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായത്. 2008 മാർച്ച് മാസം അമ്മാവൻ അത് മുദ്രപത്രത്തിൽ രേഖയാക്കി ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രകാരം 2008 മുതൽ ഈ വർഷം വരെ ഈ ചുമതല ഞാൻ കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ആരഭ്യരാഗത്തിലുള്ള ഒരു ദേവീ സോപാന സംഗീതമാണ്. ഭദ്രേ മഹേശ്വരി ശംഭോ സോനോ ദേവി
സർവേശ്വരി സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാഭാവമൂടെ സന്ധ്യതൻ പ്രഭയുള്ള സാധികേ സർവേശ്വരി സൽകുലനാഥേ ഭദ്രേ രുദ്രസുതയാം ദേവി സൽകുലനാഥേ ഭദ്രേ രുദ്ര
गणानां गणपति गणेश लंबोदर शोभे भुजाचार्य एकदंत चंद्रमान लाडलाल ब्रह्मा विष्णु महेश तारदे ध्रुवपद गाल अति विचित्र गणनाद आज मृदंग बजा धड़धड़ाद दिन दिन कल्याण दिन 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 नगे 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 धन धन दिन दिन नगे नग तनि गन दिग दिग दिन गिन दिन गिन दिन के तान तान कृत दरान दरान दा कृत दरान दरान दा कृत दरान दरा दिन तंग कृत कृत तुम कृत तंग कृत कृत तुम कृत तंग कृत कृत तुम तक तुम तक तक तुम Dum